കർണാടകയിലെ ചിക്മംഗ്ലൂരായിരുന്നു ദർശൻ എന്ന് പറയുന്ന ഒരാൾ താമസിച്ചിരുന്നത്. 37 വയസ്സായിരുന്നു ആൾക്ക് പ്രായം. അപ്പോൾ ആളുടെ ബിസിനസ് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡയഗ്നോസ്റ്റിക് സെൻറ്റർ, അതുപോലെ തന്നെ ലാബ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. നല്ല രീതിയിൽ ബിസിനസ് നടക്കുന്നുണ്ടായിരുന്നു. ആദ്യം ചെറുതായിട്ട് തുടങ്ങിയതാണെന്നുണ്ടെങ്കിലും പിന്നീട് അത് വളരെ വലിയ രീതിയിൽ തന്നെ സക്സസ് ആവുകയാണ്. അടുത്തുള്ള ഹോസ്പിറ്റലുകളുമായിട്ടൊക്കെ നല്ല രീതിയിലുള്ള ടൈപ്പ് ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഒരുപാടധികം പേഷ്യൻസ് സ്ഥിരമായിട്ട് വരുന്ന ഒരു സ്ഥലമായിരുന്നു അത്. ബിസിനസ് വലുതായി, ഒരുപാട് സ്റ്റാഫായി, നല്ല വരുമാനമായി. അപ്പോൾ ഇയാളുടെ വൈഫിൻ്റെ പേര് ശ്വേത എന്നാണ്. 30 വയസ്സായിരുന്നു അവരുടെ പ്രായം. ഇവർ രണ്ടുപേരും 7 വർഷങ്ങൾക്ക് മുൻപ് പ്രണയിച്ച് കല്യാണം കഴിച്ച ആളുകളാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും ഒരേ കോളേജിലായിരുന്നു പഠിച്ചിരുന്നത്. ദർശനാണെന്നുണ്ടെങ്കിൽ ആ ടൈമിൽ അവിടെ PGക്ക് പഠിക്കായിരുന്നു, ശ്വേത ആണെന്നുണ്ടെങ്കിൽ അവിടെ UGക്ക് പഠിക്കായിരുന്നു. ഒരു ജൂനിയർ സീനിയർ റിലേഷൻഷിപ്പ് ആയിരുന്നു അവർക്കിടയിൽ ഉണ്ടായിരുന്നത്. അതിനുശേഷം പിന്നീട് അത് പ്രണയത്തിലോട്ട് എത്തുകയായിരുന്നു. സാധാരണ കോളേജ് ലൈഫിലൊക്കെ ഉണ്ടാകുന്നത് പോലെ തന്നെ അവർ ആദ്യം നല്ല ഫ്രണ്ട്സായി, പിന്നീട് പ്രണയത്തിലോട്ട് എത്തി. അതിനുശേഷം അവരുടെ ആ ഒരു ബോണ്ട് അത്രത്തോളം സ്ട്രോങ് ആയിരുന്നു. അതായത് ഈ ഒരു കോളേജ് പഠിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് രണ്ടുപേരുടെയും വീട്ടിൽ ആ ഒരു കല്യാണത്തിൻ്റെ കാര്യമൊക്കെ പറയുകയാണ്. എനിക്കാണെന്നുണ്ടെങ്കിൽ ഇയാളില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടുപേരുടെ ഫാമിലിയും അതിനെ എതിർക്കുകയാണ്. എന്നാൽ ആ എതിർപ്പുകളൊന്നും തന്നെ അവർ വകവെച്ചില്ല. പിന്നീട് അവർ രണ്ടുപേരും കല്യാണം കഴിക്കുകയാണ്. അതിനുശേഷം ഒരു വീട് വാടകയ്ക്ക് എടുത്തിട്ട് അവർ താമസം തുടങ്ങുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുന്ന ടൈമിലാണ് ദർശൻ ആ ഒരു ലാബും കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്യുന്നത്. അതിനുശേഷം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബിസിനസ് നല്ല രീതിയിൽ സക്സസ് ആയി. അതുപോലെ തന്നെ അവർക്കൊരു കുഞ്ഞു പിറന്നു. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഹാപ്പി ലൈഫായിരുന്നു അവരുടേത്. ഇവരുടെ പാരൻസിന് ആദ്യം ഇവരുടെ കാര്യത്തിൽ എതിർപ്പൊക്കെ ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിലും ഇവർ നല്ല രീതിയിൽ ജീവിക്കുന്നത് കണ്ടപ്പോൾ അവരെല്ലാവരും തന്നെ ഹാപ്പി ആവുകയാണ്. അപ്പോൾ അവരുടെ സ്റ്റോറിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റസീൻ ദിസ് സൈഡ്. അന്ന് കൃത്യമായി പറഞ്ഞാൽ ഡിസംബർ 11, 2023 രാവിലെ ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ ശ്വേതയുടെ വീട്ടിലോട്ട് ഒരു കോൾ വരികയാണ്. ദർശൻ്റെ ചേട്ടനായിരുന്ന ദീപകിൻ്റെ കോളായിരുന്നു അത്. അപ്പോൾ ശ്വേതയുടെ ബ്രദർ ഈ ഒരു കോൾ എടുത്ത് നോക്കുകയാണ്. എന്താണ് ഈ ഒരു ടൈമിൽ ഇയാൾ വിളിക്കുന്നതെന്ന് ആലോചിച്ചുകൊണ്ട് ആൾ കോൾ എടുത്തിങ്ങായിട്ട് സംസാരിക്കുകയാണ്. അപ്പോഴാണ് വളരെ ഷോക്കിംഗ് ആയിട്ടുള്ളൊരു ന്യൂസ് ദീപക് അയാളോട് പറയുന്നത്. നിങ്ങളുടെ മകള് ശ്വേത മരിച്ചുപോയി, ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു. രാവിലെ എൻ്റെ അനിയൻ ഇതേപോലെ തന്നെ ചെന്ന് ഭാര്യനെ വിളിച്ചെഴുന്നേൽപ്പിച്ചതായിരുന്നു, എന്നാൽ എഴുന്നേൽക്കുന്നുണ്ടായിരുന്നില്ല. നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരണം എന്നുള്ളൊരു വാർത്തയായിരുന്നു ആൾ പറഞ്ഞത്. ഇത് കേട്ട് ശ്വേതയുടെ ഫാമിലിയിലുള്ള എല്ലാവരും തന്നെ തകർന്നു പോവാണ്. അവരാകെപ്പാടെ കരഞ്ഞ് ആകെ വിഷയമായി നേരെ തന്നെ ആ ഒരു വീട്ടിലോട്ട് എത്തുകയാണ്. അപ്പോഴത്തേനും നൈബേഴ്സും അതുപോലെ തന്നെ ശ്വേതയുടെ ബാക്കിയുള്ള റിലേറ്റീവ്സും എല്ലാവരും അങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവർ ചിന്തിക്കുമ്പോൾ മകൾക്ക് ഒരു 30 വയസ്സ് മാത്രം പ്രായമുള്ളൂ, വളരെ യങ് ആണ്. അതുപോലെ തന്നെ വേറെ ഹെൽത്ത് ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എങ്ങനെ എന്നിട്ട് ഒരു ഹാർട്ട് അറ്റാക്ക് വന്നു എന്നുള്ളൊരു സംശയം അവർക്ക് ഉണ്ടായിരുന്നു. എന്നാലും ഇന്നത്തെ ഒരു കാലമാണ്, വളരെ ഫിറ്റായിട്ടുള്ള നല്ല രീതിയിൽ എന്താ പറയുക ജീവിക്കുന്ന ആളുകൾക്ക്, യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് വരെ ഹാർട്ട് അറ്റാക്കൊക്കെ വരുന്നൊരു കാലമാണ്. അപ്പോൾ തങ്ങളുടെ മകൾക്കും അതേപോലെ എന്തെങ്കിലുമൊക്കെ വന്നതായിരിക്കും എന്നുള്ള ആ ഒരു ഫാക്റ്റ് അക്സെപ്റ്റ് ചെയ്തിട്ടാണ് അവർ തങ്ങളുടെ മകളെ അവസാനം ഒരു നോക്ക് കാണുന്നതിന് വേണ്ടിയിട്ട് ദർശൻ്റെ വീട്ടിലോട്ട് പോയത്. എന്നാൽ ദർശൻ്റെ വീട്ടിലോട്ട് എത്തിയപ്പോൾ അവർ കുറേശ്ശൊക്കെ മാറി ചിന്തിക്കാനായിട്ട് തുടങ്ങി. കാരണം അവിടുത്തെ സിറ്റുവേഷൻ ആയിരുന്നു. അതായത് ഇവർ വിളിച്ചു പറഞ്ഞിട്ട് ഒരു 1/4 മണിക്കൂർ 1 മണിക്കൂർ ആയപ്പോഴത്തേനും ഈ ശ്വേതയുടെ ഫാമിലി മെമ്പേഴ്സ് അങ്ങോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ ഒരു ടൈമിൽ തന്നെ ആ ബോഡി സംസ്കരിക്കാനുള്ള എല്ലാ പരിപാടികളും ഇവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ആ റിലേറ്റീവ്സ് കുറച്ചുകൂടെ നേരം വൈകുകയായിരുന്നെങ്കിൽ, ഒരു 10-20 മിനിറ്റ് വൈകുകയായിരുന്നെന്നുണ്ടെങ്കിൽ ആ ഒരു ബോഡി അവർ സംസ്കരിച്ചാനെന്നുള്ളൊരു സിറ്റുവേഷനിലായിരുന്നു കാര്യങ്ങൾ ഉണ്ടായിരുന്നത്. ഇത് കണ്ടപ്പോൾ അവർക്ക് തന്നെ ആകെപ്പാടെ എന്തോ പോലെ തോന്നി. അതായത് വീട്ടിലൊരാളും മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ ഒരു സമയമെടുക്കും. പിന്നീട് അടുത്ത ബന്ധുക്കളൊക്കെ വന്നിട്ടാണ് ശവസംസ്കാരം കാര്യങ്ങളൊക്കെ നടക്കുക. എന്നാൽ ഇവിടെ അങ്ങനെയുള്ള യാതൊരു തരത്തിലുള്ളൊരു സംഭവം ഉണ്ടായിട്ടില്ല. മോളും മരിച്ചു എന്ന് രാവിലെ വിളിച്ചു പറഞ്ഞു. അതേപോലെ തന്നെ കേട്ട പാതി കേൾക്കാത്ത പാതി ഇവരെത്തിയപ്പോഴത്തേനും അവിടെ ശവസംസ്കാരത്തിനുള്ള പരിപാടികളൊക്കെ ഓൾമോസ്റ്റ് സെറ്റായിരുന്നു. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും എന്തായാലും മകൾ മരിച്ചു, ഇനി എന്തിനാണ് ഇവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കുന്നത് എന്നുള്ള ചിന്തയായിരുന്നു ഈ ഒരു ശ്വേതയുടെ വീട്ടുകാർക്ക് ഉണ്ടായത്. മരുമകനാകപ്പാടെ തകർന്നിരിക്കുകയായിരിക്കും. അപ്പോൾ ആൾക്കൊരിത്തിരി സമാധാനം കൊടുക്കാമെന്നായിരുന്നു ഇവർ ചിന്തിച്ചത്. എന്നാൽ ദർശന ആ ഒരു സമയത്ത് ഈ ചടങ്ങിൻ്റെ പിന്നാലുള്ള ഓട്ടത്തിലായിരുന്നു. അതുപോലെ തന്നെ ആൾക്ക് അത്രത്തോളം വിഷമുള്ളതായിട്ട് ഈ ഒരു ഫാമിലി മെമ്പേഴ്സിന് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഇവർ മകളുടെ ബോഡിയും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ അവിടെ ഇവിടെ ഒക്കെ ഇഞ്ചുറീസ് ഉണ്ട്, എന്തോ അടി കിട്ടിയ പാടുകളൊക്കെ പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ ചില സംശയങ്ങൾ അവരുടെ ഉള്ളിൽ ഉണ്ടാവുകയാണ്. ഇനിയിപ്പോൾ ദർശൻ തങ്ങളുടെ മകളെ അടിച്ചു കൊന്നതാണോ എന്നുള്ള രീതിയിലുള്ള സംശയം വരെ അവർക്കുണ്ടായി.
ഇത്രത്തോളമൊക്കെ കാര്യങ്ങളായപ്പോൾ അവിടെ നിന്ന് ഈ ശ്വേതയുടെ ചേട്ടൻ വണ്ടി എടുത്ത് നേരെ പോവുകയായിരുന്നു. അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോട്ടാണ് ആള് പോയത്. എന്നിട്ട് പോലീസുകാരോട് ആള് കാര്യം പറഞ്ഞു, നിങ്ങൾ എത്ര തിരക്കിലാണെന്നുണ്ടെങ്കിലും എൻ്റെ കൂടെ വന്നേ പറ്റുള്ളൂ, കാരണം ഇവിടെ ഒരു മരണം നടന്നിട്ടുണ്ട്, എൻ്റെ അനിയത്തിയാണ് മരിച്ചത്, അപ്പോൾ അതിലെന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്നുള്ളൊരു കാര്യം ആൾ പോലീസിനോട് പറയാണ്. രാവിലെയാണ് അനിയത്തി ഹാർട്ട് അറ്റാക്ക് ഒന്നും മരിച്ചു എന്നുള്ളൊരു ന്യൂസ് തങ്ങൾ അറിയുന്നത്. വളരെ പെട്ടെന്ന് അവിടെ എത്തിയപ്പോഴത്തേനും അവർ ആ ഒരു ബോഡി ദഹിപ്പിക്കാനുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവരൊരു ഡോക്ടേഴ്സിനെ ആരെയും വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. അവർ തന്നെ പറയുകയാണ് ഹാർട്ട് അറ്റാക്കാണ് സംഭവിച്ചതെന്നുള്ളത്. അപ്പോൾ എനിക്കെന്തായാലും അതിൽ സംശയമുണ്ട്, നിങ്ങളെന്തായാലും വരണം, നിങ്ങൾ വരാൻ നേരം വൈകിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ ആ ബോഡി ദഹിപ്പിക്കും, പിന്നെ ഒന്നും തന്നെ ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം ഇയാൾ പോലീസിനോട് പറയുകയായിരുന്നു. ഉടനെ തന്നെ പോലീസുകാർ നേരെ ആ ഒരു വീട്ടിലോട്ട് എത്തുകയാണ്. പോലീസ് അങ്ങനെ കേസ് രജിസ്റ്റർ ചെയ്തു. നിങ്ങൾക്ക് ഇത് സാധാരണ ഫ്യൂണറൽ നടത്തുന്നത് പോലെ നടത്താൻ പറ്റില്ല എന്നുള്ള കാര്യം പറഞ്ഞു. ബോഡി എന്തായാലും ഓട്ടോപ്സി ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ദർശനാണെന്നുണ്ടെങ്കിൽ ഒരു തരിക്ക് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. എൻ്റെ വയറിനെ വെട്ടിക്കീറാനൊന്നും ഞാൻ സമ്മതിക്കില്ല എന്നുള്ളൊരു നിലയ്ക്കായിരുന്നു ആളുടെ ഒരു നിലപാട്. അപ്പോൾ ഇതിൻ്റെ പേരിൽ ചെറുതായിട്ട് ദർശൻ്റെയും അതുപോലെ തന്നെ ശ്വേതയുടെയും വീട്ടുകാർ തമ്മിൽ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണ്. അവിടെ വെച്ച് ചെറിയ രീതിയിലുള്ള തർക്കങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ ഉണ്ടാവുകയാണ്. എന്തൊക്കെയാണെങ്കിലും പോലീസ് പറഞ്ഞു ഇതൊരു അൺനാച്ചുറൽ ഡെത്താണ്, പോസ്റ്റ്മോർട്ടം ചെയ്യാതെ നടക്കില്ല എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഈ ശ്വേതയുടെ പാരൻസും ചിന്തിച്ചു, എന്തായാലും തങ്ങളുടെ മകൻ ചെയ്തത് വളരെ കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണ്, തങ്ങൾക്കും ഈ ഒരു മരണത്തിൽ സംശയമുണ്ട് എന്നുള്ളൊരു കാര്യം അവരിവിടെ പറയുകയാണ്. അപ്പോൾ എന്തായാലും ബോഡി അവിടെ നിന്ന് റിക്കവർ ചെയ്ത് ഓട്ടോപ്സിക്കായിട്ട് അയക്കുകയും ചെയ്തു. അതിനോടൊപ്പം തന്നെ ശ്വേതയുടെ ബ്രദർ ഒരു ക്ലൂ കൂടെ പോലീസിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾ അങ്ങോട്ടെത്തി ശ്വേതയുടെ ഫോൺ എടുത്ത് പരിശോധിച്ചിട്ടുണ്ടായിരുന്നു, എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടുമെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട്. ശ്വേതയുടെ ഫോണിൻ്റെ പാസ്വേഡും കാര്യങ്ങളൊക്കെ ബ്രദറിന് അറിയായിരുന്നു. ഫോൺ ഓപ്പൺ ചെയ്തിങ്ങനെ ഇങ്ങനെ നോക്കുന്നതിൻ്റെ ഇടയ്ക്ക് കുറച്ച് കോൾ റെക്കോർഡിങ്സ് ആൾ കാണുകയാണ്. അപ്പോൾ ആ ഒരു കോൾ റെക്കോർഡിങ്സ് ആൾ പോലീസിനെയും കേൾപ്പിച്ചു കൊടുത്തു. അപ്പോൾ കാര്യങ്ങളുടെ കിടപ്പോശൊക്കെ ഏകദേശം പോലീസിന് മനസ്സിലാവുകയാണ്. അതിൽ ശ്വേത ഏതോ ഒരു സ്ത്രീയെ വിളിച്ചിങ്ങേറ്റി ചീത്ത പറയാണ്. വളരെ ഹാഷായിട്ടുള്ള രീതിയിലായിരുന്നു ചീത്ത പറഞ്ഞിരുന്നത്. നിനക്ക് എൻ്റെ ഭർത്താവിനെ തന്നെ വേണോ, നിനക്ക് വേറെ ആരെയും കിട്ടിയില്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് ഭയങ്കരമായിട്ട് ഇങ്ങനെ ചീത്ത പറയായിരുന്നു. എന്നാൽ ആ ഒരു കോളിങ്ങനെ പോകും തോറും ആ ചീത്ത എന്നുള്ളത് മാറിയിട്ട് ആ സ്ത്രീയുടെ കാല് പിടിക്കുന്ന ഒരു സിറ്റുവേഷനിലോട്ട് കാര്യങ്ങളെത്തി. കരഞ്ഞ് കാല് പിടിക്കാൻ, എൻ്റെ ഭർത്താവിന് എനിക്ക് വിട്ടുതരണം, പ്ലീസ് ഒന്ന് ഒഴിവായിപ്പോ, അങ്ങനെ പറഞ്ഞുകൊണ്ട്, അതായത് ദേഷ്യത്തിൽ തുടങ്ങിയിട്ട് കരച്ചിൽ അവസാനിക്കുന്ന ഒരു കോൾ റെക്കോർഡിംഗ് ആയിരുന്നു അത്. പോലീസുകാർ ആ ഒരു കോളിനെ കുറിച്ച് ദർശൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ എനിക്കൊന്നും അറിയില്ല എന്നുള്ള തരത്തിലായിരുന്നു ആൾ മറുപടി പറഞ്ഞത്. അതായത് എനിക്ക് വേറൊരു സ്ത്രീയുമായിട്ട് യാതൊരു അഫയറും ഇല്ല, ഞാൻ എൻ്റെ ഭാര്യയുടെ അത്രയും ജെനുവിനായിരുന്നു, ഇപ്പോൾ ഇവൾ എന്തൊക്കെയാണ് ഈ പറയുന്നതെന്ന് എനിക്ക് അറിയില്ല, അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു അയാൾ പോലീസിനോട് പറഞ്ഞത്. അങ്ങനെ ഇരിക്കെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു. ആ ഒരു റിപ്പോർട്ട് കിട്ടിയ ഉടനെ തന്നെ ഈ ദർശനെയും അയാളുടെ ബ്രദറായിട്ടുള്ള ദീപകിനെയും പോലീസുകാർ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ഓട്ടോപ്സി റിപ്പോർട്ടിലുണ്ടായിരുന്നത് ശ്വേത മരിച്ചത് ഹാർട്ട് അറ്റാക്ക് കൊണ്ട് തന്നെയാണ്. എന്നാൽ അതൊരു സാധാരണ നാച്ചുറൽ ആയിട്ടുള്ളൊരു ഹാർട്ട് അറ്റാക്ക് ആയിരുന്നില്ല. ബോഡിയിൽ പോയിസൺ കയറിയിട്ട് ഓരോരോ ഓർഗൻസ് ഫെയിലിയർ ആയിട്ട് പിന്നെ ഹേർട്ട് ഫെയിലിയർ ആയിട്ടായിരുന്നു മരണം സംഭവിച്ചിട്ടുണ്ടായത്. രണ്ടുപേരെയും കസ്റ്റഡിയിലെടുത്ത് പോലീസുകാർ ചോദ്യം ചെയ്യേണ്ട പോലെ ചോദ്യം ചെയ്തപ്പോൾ പല കാര്യങ്ങളും പുറത്തു വരികയുണ്ടായി. കുറച്ച് നാളുകൾക്ക് മുൻപ് ആളിങ്ങനെ ലാബ് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ആ ടൈമിൽ ആൾക്ക് ഒരുപാടധികം സ്റ്റാഫിൻ്റെ ഒക്കെ ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ ആൾ പല ആളുകളെയും ഹയർ ചെയ്യാനായിട്ട് തുടങ്ങി. അങ്ങനെ ഒരു സ്ത്രീയെ ഇയാൾ ഹയർ ചെയ്യാണ്. ആ ഒരു സ്ത്രീ ഒരു സിംഗിൾ മദറായിരുന്നു. ആ സ്ത്രീയെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ദർശന് കണ്ടപ്പോൾ തന്നെ ആ ഒരു സ്ത്രീയുടെ അടുത്തൊരു ആഗ്രഹം തോന്നുകയാണ്. നൈസായിട്ട് ആ ഒരു സ്ത്രീയുമായിട്ട് സംസാരിക്കാനായിട്ട് തുടങ്ങി. സംസാരം പതിയെ ഫ്ലേട്ടിങ് ലെവലിലോട്ട് എത്തി. ആ സ്ത്രീക്കും അത് മനസ്സിലാകുന്നുണ്ടായിരുന്നു. എന്നാൽ അവരും തിരിച്ച് ഫ്ലേട്ട് ചെയ്യാനായിട്ട് തുടങ്ങി. ദർശന് ഒരു ഫാമിലി ഉണ്ടെന്നുള്ള കാര്യമൊക്കെ ആ സ്ത്രീക്ക് അറിയായിരുന്നു. അതേപോലെ തന്നെ എന്താ പറയുക, എന്തായാലും മുതലാളി തങ്ങളുടെ അടുത്ത് ഫ്ലേട്ട് ചെയ്യുകയാണ്, അപ്പോൾ തിരിച്ചും ഫ്ലേട്ട് ചെയ്യുക എന്നുള്ളൊരു മൈൻഡിലായിരുന്നു അവരും ഉണ്ടായിരുന്നത്. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും അവരുടെ ആ ഒരു ഫ്ലേട്ടിങ് ലെവലിൽ നിന്നും ആ ബന്ധം മാറിയിട്ട് അതൊരു എന്താ പറയുക, ഒരു വേറൊരു റിലേഷൻഷിപ്പായിട്ട് മാറുമായിരുന്നു. അങ്ങനെ പിന്നീട് ഈ വൈഫും കാര്യങ്ങളും ആരും അറിയാതെ അവർ കറങ്ങാൻ പോകുന്നതും മറ്റുമൊക്കെ പതിവായിരുന്നു. പിന്നീട് എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ദർശന ആ ഒരു സ്ത്രീയുടെ വീട്ടിലോട്ട് പോകാനും തുടങ്ങി. അങ്ങനെ അവരുടെ രണ്ടുപേരുടെ റിലേഷൻഷിപ്പ് നല്ല ഡീപ്പ് ആവുകയാണ്. ശ്വേത ഇതിനെക്കുറിച്ചൊന്നും ആദ്യം അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഈ ഒരു റിലേഷൻഷിപ്പൊക്കെ തുടങ്ങി 6-7 മാസം കഴിഞ്ഞിട്ടാണ് ശ്വേത അതിനെക്കുറിച്ച് അറിയുന്നത്. അറിഞ്ഞപ്പോൾ തന്നെ ശ്വേത ദർശനുമായിട്ട് പ്രശ്നം ഉണ്ടാക്കുകയാണ്. നിനക്ക് എന്താണ് പറ്റിയത്, നമ്മൾ പ്രേമിച്ചിട്ടല്ലേ കല്യാണം കഴിച്ചത്, നമുക്കൊരു മോനില്ലേ, അവൻ്റെ കാര്യങ്ങളും നിനക്ക് ആലോചിച്ചൂടെ, ആ ഒരു സ്ത്രീനെ ഒഴിവാക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞു. അപ്പോഴും ദർശൻ അതൊന്നും തന്നെ അക്സെപ്റ്റ് ചെയ്തില്ല.
അതായത് എനിക്ക് വേറെ ആരായിട്ടും ഒരു ബന്ധവും കാര്യങ്ങളൊന്നുമില്ല, നീ ഓരോ സംശയം തോന്നിയിട്ട് ഓരോന്ന് വിളിച്ചു പറയാണ്, അവർ എൻ്റെ സ്റ്റാഫ് മാത്രമാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ആൾ പറയാണ്. ആളൊരിക്കലും അങ്ങനെയുള്ളൊരു സംഭവം ഉണ്ടായിരുന്നതായിട്ട് അക്സെപ്റ്റ് പോലും ചെയ്യുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഒന്നും തന്നെ ഇല്ല, നിനക്ക് വെറും സംശയമാണെന്നുള്ളത് മാത്രമായിരുന്നു ദർശൻ്റെ മറുപടി. എന്നാൽ ശ്വേത അവിടം കൊണ്ടൊന്നും നിർത്തിയില്ല. ദർശൻ്റെ ഫോണിൽ നിന്ന് ആ ഒരു സ്ത്രീയുടെ നമ്പർ എടുത്തിട്ട് ഡയറക്റ്റ് ആയിട്ട് കോൾ ചെയ്യായിരുന്നു. ആ ഒരു കോളിൻ്റെ റെക്കോർഡിങ്സും മറ്റുമായിരുന്നു ബ്രദർ നേരെ പോലീസിനെ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതായത് ആദ്യം തന്നെ ആ ഒരു സ്ത്രീയെ നല്ല രീതിയിൽ ചീത്ത പറയുകയാണ്. അതായത് നിനക്ക് എൻ്റെ ഭർത്താവിനെ മാത്രമേ കിട്ടിയുള്ളൂ, വേറെ ആരും കിട്ടിയില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് അവസാനം ആ ഒരു സ്ത്രീയുടെ ഭാഗത്തുനിന്ന് യാതൊരു പ്രതികരണവും ഉണ്ടാകുന്നില്ല. അവരാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, അങ്ങനെ അതൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എന്തായാലും അവർ തൻ്റെ ഭർത്താവിനെ വിട്ടു പോകില്ല എന്നവർക്ക് തോന്നിയത് കൊണ്ടാകാം അവർ കരഞ്ഞ് കാല് പിടിക്കുന്നൊരു സിറ്റുവേഷനിലോട്ട് വരെ കാര്യങ്ങൾ എത്തിയത്. എന്നാൽ എപ്പോൾ ശ്വേത ആ ഒരു സ്ത്രീയെ വിളിച്ച് സംസാരിച്ചോ അന്ന് മുതൽ ദർശൻ്റെ മട്ട് മാറുകയാണ്. എങ്ങനെയെങ്കിലും നൈസായിട്ട് ഭാര്യനെ ഒഴിവാക്കുക എന്നുള്ളൊരു ചിന്തയായിരുന്നു അതുവരെ അയാൾക്ക് ഉണ്ടായിരുന്നത്. എന്നാൽ ഭാര്യ ഒഴിഞ്ഞു പോകില്ല എന്നുള്ളൊരു കാര്യം അയാൾക്ക് മനസ്സിലായി. അതിനുശേഷം ഇവർ തമ്മിൽ അടിപതിവായിരുന്നു. ഫിസിക്കലിയും ആ ഒരു സ്ത്രീയെ അയാൾ ഉപദ്രവിച്ചതായിട്ട് പറയപ്പെടുന്നു. അവസാനം അയാളുടെ ചിന്ത എത്തിയത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഭാര്യ ഉള്ളിടത്തോളം കാലം ആൾക്കാളിൽ തോന്നിയ പോലെ ജീവിക്കാനായിട്ട് പറ്റില്ല, അപ്പോൾ ഭാര്യനെ ഇല്ലാതാക്കണം, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഭാര്യനെ കൊന്നുകളയാന്നുള്ളൊരു തീരുമാനത്തിലോട്ട് ലാസ്റ്റ് അയാൾ എത്തുകയാണ്. അങ്ങനെ ഡിസംബർ 10, 2023 അന്ന് അവർ എന്താ പറയുക ഡിന്നർ കഴിക്കാനിരിക്കുകയായിരുന്നു. ആ ഒരു ടൈമിൽ ശ്വേത അറിയാതെ ശ്വേതയുടെ ഫുഡിൻ്റെ ഉള്ളിൽ ഇയാൾ സയനൈഡ് കലക്കുകയാണ്. ആ ഒരു സയനൈഡ് കലർന്ന ഭക്ഷണം കഴിച്ച ശ്വേത ആ ഒരു സമയത്ത് തന്നെ, അതായത് വളരെ പെട്ടെന്ന് തന്നെ മരണത്തിന് കീഴ്പ്പെടുകയായിരുന്നു. ഓരോരോ ഓർഗൻസ് ഫെയിലിയറായി, പിന്നീട് ഹാർട്ടും ഫെയിലിയറായിട്ട് അവർ ആ ഒരു സ്പോട്ടിൽ തന്നെ മരിച്ചു. അതിനുശേഷം ഒന്നും അറിയാത്തതുപോലെ ദർശൻ പോയി കിടന്നു. പിറ്റേ ദിവസം രാവിലെ ഇതേപോലെ തന്നെ ഭാര്യ എഴുന്നേൽക്കുന്നില്ല, ഹാർട്ട് അറ്റാക്ക് വന്നും മരിച്ചു എന്നുള്ള കാര്യം അയാൾ എല്ലാവരോടും പറയുകയാണ്. എന്നാൽ ഇതിൻ്റെ ഇടയിൽ ദീപക് ഈ കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ തൻ്റെ ബ്രദറിന് വേറൊരു അഫെയർ ഉണ്ട്. ആ ഒരു അഫെയറിൻ്റെ പുറത്ത് ഭാര്യ പ്രശ്നം ഉണ്ടാക്കിയത് കൊണ്ട് ഭാര്യനെ കൊന്നതാണെന്നുള്ളത് ഈ ദീപക്കിന് അറിയായിരുന്നു. എന്നാലും തൻ്റെ ബ്രദറിനെ രക്ഷിക്കാനായിട്ട് ആൾ ശ്രമിച്ചു. അപ്പോൾ അവർ രണ്ടുപേരും കൂടെയും ആ ഒരു ബോഡി എത്രയും പെട്ടെന്ന് നമ്മൾ ദഹിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ വലിയ ഇഷ്യൂ ഇല്ലല്ലോ എന്നുള്ളൊരു കാര്യം ചിന്തിക്കുകയാണ്. അങ്ങനെയാണ് ആ ഒരു ബോഡി പെട്ടെന്ന് തന്നെ എന്താ പറയുക സംസ്കരിക്കാനുള്ളൊരു തീരുമാനത്തിലോട്ട് അവരെത്തുന്നത്. എന്നാൽ അവർ രണ്ടുപേരും പ്ലാൻ ചെയ്തതുപോലെ ഒന്നും ആയിരുന്നില്ല കാര്യങ്ങൾ നടന്നത്. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു കേസിൽ അവർ ജയിലിലാണ്. ദർശന് ജീവപര്യന്തം തടവ് ശിക്ഷ ലഭിക്കാനുള്ളൊരു സാധ്യതയുള്ളതായിട്ടാണ് പറയപ്പെടുന്നത്. കേസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ശ്വേത എന്ന് പറയുന്ന 30 വയസ്സുള്ള ആ ഒരു സ്ത്രീക്ക് സംഭവിച്ചത്. തൻ്റെ വീട്ടിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി പ്രണയത്തിന് വേണ്ടി പൊരുതി അവസാനം ആ ഒരു പയ്യനെ കല്യാണം കഴിച്ചു. എന്നിട്ട് നല്ല രീതിയിൽ തന്നെ ജീവിച്ചു വരികയായിരുന്നു. പിന്നീട് ഹസ്ബൻഡ് ബിസിനസ് തുടങ്ങിയപ്പോൾ ഫുൾ സപ്പോർട്ട് ചെയ്തു. പിന്നീട് അവർക്കൊരു കുഞ്ഞുണ്ടായി. അങ്ങനെ എല്ലാം കൊണ്ടും നല്ല ഹാപ്പി ലൈഫായിരുന്നു. അതിൻ്റെ ഇടയിലാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും അവസാനം ആ ഒരു സ്ത്രീയെ, താൻ പ്രണയിച്ച് വിവാഹം കഴിച്ച ആ ഒരു സ്ത്രീയെ അയാൾ കൊല്ലുന്നതും. ഇതിൽ ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുണ്ടാവും ആരാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ മകനായിരിക്കാം അല്ലേ. ഇപ്പോൾ ആ 4 വയസ്സുള്ള പയ്യൻ ശ്വേതയുടെ പാരൻസിൻ്റെ കൂടെയാണ് താമസിക്കുന്നതെന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. ഒന്നാലോചിച്ച് നോക്കിയേ, ബോധം വരുന്ന ഒരു പ്രായത്തിൽ ആ പയ്യൻ്റെ അവസ്ഥ എന്തായിരിക്കും. സ്വന്തം അമ്മയെ വേറൊരു അവിഹിത ബന്ധത്തിൻ്റെ പേരിൽ അച്ഛൻ കൊലപ്പെടുത്തി. അതിനുശേഷം അച്ഛനിപ്പോൾ ജയിലിലുമാണ്. വല്ലാത്തൊരു സിറ്റുവേഷൻ ആയിരിക്കുമല്ലോ ആ ഒരു പയ്യൻ്റെ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഈ ഒരു സ്റ്റോറി കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങളുടെ തോട്ട്സും മറ്റും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഇറ്റ്സ് മീ റിജിൻ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.